അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ നാനോ റിസൾട്ട് എന്ന് പറയുന്ന ആപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെബ് ആപ്പിലേക്ക് വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ മുകളിൽ കാണുന്ന ഈ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഓപ്ഷൻ കാണാം. ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്ട്രേഷൻ്റെ ഈ ഒരു ഫോം വന്നു കഴിഞ്ഞാൽ അതിൽ യൂസർ നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യൂസർ നെയിം, ഓർമ്മയിൽ നിൽക്കുന്ന ഒരു യൂസർ നെയിം കൊടുക്കുക. സ്പേസ് ഇടാതെ വേണം കൊടുക്കാൻ. പിന്നെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. പിന്നെ പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സിൻ്റെ പാസ്വേഡല്ല ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഈ സൈറ്റിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നൊരു പാസ്വേഡ് അതാണ് കൊടുക്കേണ്ടത്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നെയിം കൊടുക്കുക. പിന്നെ ഫോൺ നമ്പർ കൊടുക്കുക. ഗ്രേഡിംഗ് സിസ്റ്റം, ഈ ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ നമുക്ക് പല രൂപത്തിൽ നമുക്ക് ഗ്രേഡ് കൊടുക്കാം. ഇപ്പോൾ മദ്രസകളുടേതാണെന്നുണ്ടെങ്കിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡുണ്ട്. പിന്നെ അതല്ല, നിങ്ങൾക്ക് ജയിച്ചോ തോറ്റോ എന്ന് മാത്രം കൊടുത്താൽ മതി, അല്ലാതെ മാർക്കുകൾ ഫുൾ ആഡ് ചെയ്തിട്ടുള്ള സിസ്റ്റം വേണ്ട. അതിന് അവസാനത്തെ പാസ് ഓർ ഫെയിൽ എന്നുള്ളൊരു ഓപ്ഷനും കാണാം. പിന്നെ സ്കൂളിൻ്റെ സിസ്റ്റം അനുസരിച്ചിട്ടുള്ള പോയിൻ്റ് സ്കെയിലുകൾ, പിന്നെ CBSE സ്റ്റൈൽ, ഇതൊക്കെ കാണാൻ പറ്റും. ഇനി കൂടുതൽ ആവശ്യക്കാർക്കനുസരിച്ച് വേറെ ഗ്രേഡിംഗ് സിസ്റ്റം ആവശ്യമുള്ള സമയത്ത് ഉൾപ്പെടുത്തുന്നതുമാണ്. ഓക്കെ, അങ്ങനെ ഗ്രേഡിംഗ് സിസ്റ്റം കൂടി ഉൾപ്പെടുത്തിയതിന് ശേഷം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു അപ്രൂവൽ പെൻഡിങ് ആയിട്ട് കാണിക്കും. അപ്പോൾ നിങ്ങൾ ഇതിൽ മെസ്സേജ് അഡ്മിൻ ഓൺ വാട്സപ്പ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വാട്സപ്പിലേക്ക് പോകും. അഡ്മിന് മെസ്സേജ് ഇവിടെ നിന്ന് നമുക്ക് കൈമാറാനും പറ്റും. അങ്ങനെ കൈമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിന് നിങ്ങൾ രജിസ്റ്റർ ചെയ്തതായിട്ട് അറിയും. അപ്പോൾ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിൻ പേയ്മെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് അത് വെരിഫൈ ചെയ്യും. അക്കൗണ്ട് വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നിങ്ങൾക്ക് പിന്നീട് ആ സൈറ്റ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം കാണാം. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാം. നമ്മൾ നേരത്തെ അടിച്ചു വെച്ച യൂസർ നെയിം കൊടുക്കാം, പാസ്വേഡും കൊടുക്കാം. അതിൽ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഓരോ ഓപ്ഷൻസ് പരിചയപ്പെടുത്തി തരാം. ആഡ് സിംഗിൾ റിസൾട്ട്, ബൾക്ക് എക്സൽ അപ്ലോഡ്, അത് രണ്ടും ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇതിൽ കുട്ടികളെ ആഡ് ചെയ്യേണ്ടത് ആഡ് സിംഗിൾ സ്റ്റുഡൻറ്റ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളെ പേര്, ഫാദേഴ്സ് നെയിം, രജിസ്റ്റർ നമ്പർ, സ്റ്റുഡൻസിൻ്റെ ക്ലാസ്, ഡിവിഷൻ ഉണ്ടെങ്കിൽ ഡിവിഷൻ എഴുതുക. ഡിവിഷൻ ഇല്ലെങ്കിൽ അത് ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി, കുഴപ്പമില്ല. അതിൻ്റെ ശേഷം ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സലിൽ നിങ്ങളുടെ കുട്ടികളുടെ ഡാറ്റ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അത് കമ്പ്യൂട്ടർ വഴി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. എക്സലിലേക്ക് എങ്ങനെയാണ് ഡാറ്റ കയറ്റേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടെംപ്ലേറ്റ് ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതും കമ്പ്യൂട്ടറിലാണെങ്കിലാണ് കൂടുതൽ സൗകര്യമാവുന്നത്. പിന്നെ അങ്ങനെ നിങ്ങൾ കുട്ടികളെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിംഗിൾ റിസൾട്ട് ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. ആഡ് സിംഗിൾ എന്നുള്ള ഏറ്റവും ടോപ്പിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റുഡൻറ്റിനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. സ്റ്റുഡൻറ്റിൻ്റെ ലിസ്റ്റ് ഫുള്ള് ഇവിടെ വരും. സബ്ജക്റ്റ് വരും, ആ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാം. എക്സാം ഏത് എക്സാമാണ്, ഇപ്പോൾ പബ്ലിക് എക്സാം എന്ന് ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തതുകൊണ്ട് പബ്ലിക് എക്സാം വന്നു. പിന്നെ മാർക്ക് എത്രയാണെന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് സിംഗിളായിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇനി നേരത്തെ നിങ്ങൾ എക്സലിൽ കമ്പ്യൂട്ടറിൽ എക്സലിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാർക്ക് എങ്കിൽ ആ എക്സലിലുള്ള ഡാറ്റ ബൾക്ക് എക്സൽ അപ്ലോഡ് വഴി കയറ്റാം. ഒറ്റ ക്ലിക്കിന് നിങ്ങൾക്ക് ആ ഡാറ്റ മുഴുവനായിട്ടും സൈറ്റിലേക്ക് കയറ്റാൻ പറ്റും. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ആദ്യം എക്സാമിൻ്റെ നെയിം, നിങ്ങൾക്ക് മോഡൽ എക്സാം എന്നോട് കൊടുത്തിട്ടില്ല, അതുപോലെ ഏതാണോ എക്സാമിൻ്റെ നെയിം ഉള്ളത് ആ നെയിം കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ശേഷം ഇതിൽ പറഞ്ഞതുപോലെ ആയിരിക്കണം ഫോർമാറ്റ്. ഈ ഫോർമാറ്റ് റിക്കേർഡ് എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, അവിടെ പറഞ്ഞതുപോലെ ഒരു ഫോർമാറ്റിലായിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സലിൻ്റെ മുകളിലെ ഫസ്റ്റ് കോളത്തിൽ രജിസ്റ്റർ നമ്പർ, സെക്കൻഡ് കോളത്തിൽ നെയിം, തേർഡ് കോളത്തിൽ ക്ലാസ്, നെക്സ്റ്റ് കോളത്തിൽ ഡിവിഷൻ, അത് ഓപ്ഷനിലാണ്, ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഫാദേഴ്സ് നെയിം, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് 1 എന്ന് കൊടുത്തിട്ടില്ല, അവിടെ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാണോ അതിങ്ങനെ സബ്ജക്റ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 5 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും പേരിങ്ങനെ എഴുതാം. അതിൻ്റെ ശേഷം അടിയിൽ അതിൻ്റെ ഓരോ ഹെഡിങ്ങിൻ്റെയും താഴെ അതിൻ്റെ രജിസ്റ്റർ നമ്പറിൻ്റെ താഴെ അത് രജിസ്റ്റർ നമ്പർ, പേര്, ക്ലാസ്, ഡിവിഷൻ, പിന്നെ ഫാദേഴ്സ് നെയിം, പിന്നെ ഓരോ സബ്ജക്റ്റുകളുടെയും മാർക്ക്, ഇങ്ങനെയൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഈ ഒരു രൂപത്തിലായിരിക്കണം എക്സൽ ഉണ്ടാവേണ്ടത്. ഇനിയിപ്പോൾ ആ എക്സൽ നിങ്ങൾക്ക് ഈ ഹെഡിങ്ങൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇതും കമ്പ്യൂട്ടറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് നല്ലത്.
ഓക്കെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ആ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽ ചൂസ് ഫയൽ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് ഡാറ്റ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് മുഴുവനായിട്ടും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഒരു സബ്ജക്റ്റിലെ ഒരു ക്ലാസ്സിൻ്റെ ഒരു സബ്ജക്റ്റിലെ എല്ലാ കുട്ടികളുടെയും മാർക്ക് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് വൈസ് റിപ്പോർട്ട്സിൽ ക്ലാസ് ഏത് ക്ലാസ്സാണ് വേണ്ടത്, ഇപ്പോൾ 5ാം ക്ലാസ് ആണെങ്കിൽ എൻ്റർ മാർക്സ് എന്നൊരു കോളം ഉണ്ടാവും. അതിൽ എക്സാം സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വിഷയം സെലക്ട് ചെയ്ത് കൊടുക്കുക, ലോഡ് സ്റ്റുഡൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുട്ടികളുടെ പേര് ലിസ്റ്റ് ഒക്കെ വരും. അതിൻ്റെ ഒപ്പം അതിൻ്റെ നേരെ മാർക്ക് എഴുതാനുള്ള ഒരു ഇൻപുട്ട് കോളവും കാണാം. അപ്പോൾ അതിൽ മാർക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേവ് ഓൾ മാർക്സ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ഒരു വിഷയത്തിലെ എല്ലാ മാർക്കുകളും ഒരുമിച്ച് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതോട് കൂടിയിട്ട് നിങ്ങളുടെ ഡാറ്റ അപ്ലോഡ് ചെയ്യേണ്ട പണി കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ബാക്കിലോട്ട് പോയി ഡാഷ്ബോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിനി അപ്ലോഡ് ചെയ്ത ഡാറ്റ കുട്ടികൾക്ക് കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് പറയുന്നതിന് മുമ്പ് സ്ഥാപനത്തിന് തന്നെ അപ്ലോഡ് ചെയ്ത ഡാറ്റ ഇതുപോലെ ക്ലാസ് വൈസ് റിപ്പോർട്ട്സ് ആയിട്ട് ഇങ്ങനെ വരും. വ്യൂ റിസൾട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കുട്ടികളുടെയും റിസൾട്ടുകൾ ഇങ്ങനെ കാണിക്കും. ഇനി റാങ്ക് ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് കാണിക്കും. പിന്നെ ടോപ്പേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പേഴ്സിനെ ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ കാണിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. മാനേജ് സ്റ്റുഡൻസിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻസിനെ എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മാനേജ് സബ്ജക്ട്സും അതേപോലെ തന്നെ സബ്ജക്ട്സ് എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതൊക്കെ ഓക്കെ ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ ലിങ്ക് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ നേരെ വാട്സപ്പ് ലിങ്കായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കൊടുക്കുകയും ചെയ്യാം. വാട്സപ്പ് ലിങ്കായിട്ട് മെസ്സേജ് അയച്ചു കൊടുക്കുന്നത് ഇതിങ്ങനെ ആളെ തിരഞ്ഞെടുത്ത് ഇപ്പോൾ ഞാൻ എൻ്റെ നമ്പറിലേക്ക് തന്നെ അയക്കുന്നതായിട്ട് കാണിച്ചു തരാം. തൽക്കാലം തിരഞ്ഞെടുത്ത് ക്ലിക്ക് ചെയ്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് സെൻഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഈ ലിങ്ക് കുട്ടികൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി അങ്ങനെയല്ല, നേരത്തെ ലിങ്ക് കോപ്പി ചെയ്തിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ കോപ്പി ലിങ്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യാം. എവിടെ ഏത് നമ്പറിലേക്കാണ് അയക്കേണ്ടത് ആ നമ്പറിൽ പേസ്റ്റ് ചെയ്തിട്ട് അയച്ചു കൊടുക്കാൻ കഴിയും. അപ്പോൾ കുട്ടികൾക്ക് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ രജിസ്റ്റർ നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മാർക്ക് ഇതേപോലെ മദ്രസയുടെ പേര്, കുട്ടിയുടെ പേര്, ഫാദേഴ്സ് നെയിം, രജിസ്റ്റർ നമ്പർ, ക്ലാസ് ഒക്കെ അടിച്ചുകൊണ്ട് വരാനും പറ്റും. ഇനി അനദർ റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. ഈ രൂപത്തിലാണ് ഈ സൈറ്റിൻ്റെ പ്രവർത്തനം ഉള്ളത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.